കേരളത്തെ പിടിച്ചുകുലുക്കിയ ഷാബ ഷെരീഫ് വധക്കേസിൽ കുറ്റക്കാരായ പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ച് മഞ്ചേരി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി. 1-ാം പ്രതി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും തടവും 2 ലക്ഷം രൂപ പിഴയും, 2-ാം പ്രതി ശിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവും 15,000 രൂപ പിഴയും, 6-ാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവും 15,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വിചാരണ നേരിട്ട പ്രതികളിൽ 9 പേർ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കഴിഞ്ഞ 20-ന് കണ്ടെത്തിയ പ്രതികൾക്കാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യം കൈക്കലാക്കുന്നതിന് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മഞ്ചേരി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ സുപ്രധാനമായ വിധി. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിച്ചത്. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉപയോഗിച്ച കാറിൽ നിന്നും ലഭിച്ച മുടി ഷാബ ഷെരീഫിന്റേതാണെന്ന DNA ഫലമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ ഇടയാക്കിയത്. കേസിൽ മാപ്പുസാക്ഷിയാക്കപ്പെട്ട 7-ാം പ്രതിയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി കൈപ്പഞ്ചേരി തങ്ങളെ കത്ത് നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകരമായി. 15 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 2 പേരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ഇതിൽ ഫാസിൽ എന്നയാൾ ഒളിവിൽ കഴിയവേ മരണപ്പെട്ടിരുന്നു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വിജയം കണ്ടതാണ് പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകിയത്. 2020-ലാണ് ഷാബ ഷെരീഫ് കൊല്ലപ്പെട്ടതെങ്കിലും പ്രതികൾ തമ്മിലുള്ള ഭിന്നതയെ തുടർന്നാണ് 2022-ൽ കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു എബ്രഹാം, കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന CI P വിഷ്ണു, ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പഴുതടച്ചുള്ള അന്വേഷണമാണ് വിജയം കണ്ടത്. ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടത്തുമ്പോൾ അത് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം, അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയില്ല. അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച അപ്പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.